പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയുന്നത് കറിവേപ്പിലയെ കുറിച്ചാണ്. നമുക്കൊരു ചെറിയൊരു കറിവേപ്പ് മരം ഉണ്ടെങ്കിൽ തന്നെ നമ്മളെ വീട്ടാവശ്യത്തിനുള്ള എല്ലാ ഇലയും ഇന്ന് കിട്ടും. ഇതൊരു ചെറിയൊരു മരമാണ് കേട്ടോ. ഒരു ഇഞ്ച് മണ്ണുള്ളൊരു ചെറിയൊരു കറിവേപ്പ് മരമാണ്. ഇത് നമ്മൾ ഇതിൽ ഇല എടുക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരിക്കലും ഇത് ഊരിയെടുക്കാൻ പാടില്ല. ഊരി എടുത്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക പറഞ്ഞാൽ അതങ്ങനെ കുറ്റിയായിട്ട് നിൽക്കുമ്പോൾ മരം വളരില്ല, നമുക്ക് ഇല കിട്ടുകയില്ല. അതിന് വേണ്ട നമ്മൾ ഇതിൻ്റെ ഇത് കണ്ടോ, ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഈ ഭാഗം നിർത്തിയിട്ട് ഇവിടെ കട്ട്. അപ്പോൾ കണ്ടോ, വേറൊരു തളിര് ഇല വന്നിട്ടുണ്ട്, ഒരു കൊമ്പ് വന്നിട്ടുണ്ട്. ഇത് ഇവിടെ അങ്ങനെ മുറിച്ചപ്പോൾ കണ്ടോ, ഇതിന്മേൽ രണ്ടെണ്ണം വന്നിട്ടുണ്ട്. അങ്ങനെ ഇത് മുറിച്ചപ്പോൾ ഇതിന്മേൽ നല്ലൊരു കൊമ്പ് വന്നിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മളങ്ങനെ മുറിക്കുമ്പോൾ 2-3 കൊമ്പുകൾ ഓരോ ഇതിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് മുറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ ഒരിക്കലും ഇത് ഊരിയെടുക്കാൻ പാടില്ല. ഊരിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് വളരില്ല. പിന്നെ അത് നമ്മളെപ്പോഴും അടിഭാഗത്ത് നല്ല കിളച്ച് ഈർപ്പം നിലനിർത്തി കൊടുക്കുക. ഇതിൽ വല്ല വെള്ളം നമ്മൾ അടുക്കള വേസ്റ്റ്, മീൻ കഴുകിയ വെള്ളം, ഇറച്ചി കഴുകിയ വെള്ളം, പച്ചക്കറി വേസ്റ്റൊക്കെ ഇതിലിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കറിവേപ്പില നമ്മളൊരു വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ധാരാളമായിട്ട് അതിന് കിട്ടും. ഇത് കണ്ടോ, ഒരു കറിവേപ്പിൻ്റെ തൈ ഞാൻ ഇതിലടുത്ത് കുറച്ച് വേറെ വളമൊന്നും ചെയ്യാതെ വെറുതെ ഒരു മണ്ണ് ഇട്ടിട്ടുള്ളൂ. നന്നായിട്ട് വളരുന്നുണ്ട്. ഇതിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പുഴുക്കേടാണ്. പുഴുക്കൾ വന്നിട്ട് നല്ല രീതിയിലത് നാശാക്കും. അപ്പോൾ നമുക്ക് അതിനുള്ള വിളവ് അതിൽ നിന്ന് കിട്ടില്ല. നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പ് മരം വില അതിൽ നിന്ന് കിട്ടാതിരിക്കും. പിന്നെ ഇവിടെ ഒരു മരമുണ്ട്, വലിയൊരു സുഖം പോരാ, അത്ര ഒരു ഹെൽത്തി ആയിട്ടല്ല വളരുന്നത്. ഇനി അതിൻ്റെ ബ്രാഞ്ചുകളൊക്കെ മുറിച്ച് കൊടുത്തിട്ട് അത് നല്ല ഇതായിട്ട് വളരും. അതിന് ആദ്യം നമ്മളതിൻ്റെ ചെയ്യേണ്ടത് അതിൻ്റെ ചെറിയ ചെറിയ ബ്രാഞ്ചിൻ്റെ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി, അടിഭാഗം കട്ട് ചെയ്യരുത്. അങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് അതിന്മേൽ 2 ഉണ്ടാവും. 2 അങ്ങനെ അത് നല്ല തിക്നെസ് ആയിട്ടാണ് ഉണ്ടാവുക. കറിവേപ്പ് മരത്തിന് നമ്മൾ നല്ല വളം കൊടുക്കണം. കാലിവളം, വേപ്പ് മണ്ണാക്കോ, അല്ലെങ്കിൽ വേപ്പ് മണ്ണാക്ക് ഇട്ടാൽ അതിന് ഈ കേട് വരില്ല കേട്ടോ. ഈ പുഴുക്കേട് ഇതിന് വരില്ല. നല്ല രീതിയിൽ അപ്പോൾ വളരും ചെയ്യും. വേപ്പ് മണ്ണാക്ക്, കാലിവളം അല്ലെങ്കിൽ കോഴിക്കാഷ്ടം ഇടുമ്പോൾ എല്ലാം നനച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ചൂടാവും. ചൂടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച വിളവ് അതിന് കിട്ടില്ല. ഈ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്തിട്ടുള്ളത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺലൈക്കും ചെയ്യുക. പിന്നെ കഴിയുന്ന ആൾക്കാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.